സുജൂദ് ചെയ്യുമ്പോൾ വലിയൊരു മധുരം, അതിനൊരു രസമുണ്ട്. ആ ഒരു മധുരം അനുഭവിക്കാതെ നമ്മൾ നിസ്കരിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സത്ത നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. സുജൂദിൽ കിടക്കുമ്പോൾ അഖ്റബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അള്ളാഹുലേക്ക് അടുക്കുന്നത് സുജൂദിൽ കിടക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ റബ്ബിന്റെ തൊട്ടടുത്ത് ഇരിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് സുജൂദ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ട് ഒരിക്കലെങ്കിലും ഒരു സുജൂദിലെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിട്ടുണ്ടാ? ഒരു സുജൂദിൽ ഞാൻ അള്ളാഹിന്റെ തൊട്ടടുത്തായി നിൽക്കുന്നത് അങ്ങനെ തോന്നണം എന്നാണ്. അപ്പോഴാണ് നിസ്കാരത്തിന്റെ ഒരു മധുരമുള്ളൂ. അഖ്റബുമാ യകൂനുൽ അബ്ദ്. ഇനിയിപ്പോ ഒന്ന് ളുഹ്ർ നിസ്കരിക്കൂലേ, നിർബന്ധമായിട്ട് സുജൂദിൽ കിടക്കുന്ന ഒറ്റ പോയിന്റ് മുഴുവൻ എല്ലാം കൂടെ നമുക്ക് ഓർക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരുന്നേക്കാം. സുജൂദിൽ കിടക്കുമ്പോഴെങ്കിലും ഞാൻ എൻ്റെ റബ്ബിന്റെ തൊട്ടടുത്ത. ഇപ്പോൾ ഒരു VIP അടുത്തൊക്കെ പോയിരിക്കുമ്പോൾ എന്തൊരു ആവേശമാണ് ഓരോരുത്തർക്ക്. സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും ലൈവ് അപ്പൊ തന്നെ വിടലും. എന്തേ ഞാനൊരു കാര്യപ്പെട്ട ആളെടുത്താണ് നിൽക്കണത് എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ ഹദറത്തിൽ നമുക്ക് ആ ഒരു സാമീപ്യത്തിന്റെ മധുരമറിയുന്നൊരു സമയമുണ്ട്. അത് സുജൂദാണ്. സുജൂദ് ചെയ്യാനാ എനിക്ക് ജീവിക്കാൻ തന്നെ ഇഷ്ടമുള്ളൂ. ആര് പറയുന്നു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദഥീന വമുകല്ലമീൻ വഇന്ന ഉമറ മിൻഹും. എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റ് ഇൽമ ലഭിക്കുന്ന ആളുകളുണ്ട്. ഉമർ എന്നവർ അതിൽപ്പെട്ട ആളാണ്. ഇയകും മിൻ ബഅദി നബിയ്യുൻ ഫഹുവ ഉമർ. എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമർ എന്നവരാണ്. ഫഇന്നഹു ലാ നബിയ്യ ബഅദി. പക്ഷെ എൻ്റെ ശേഷം ഒരു നബി ഇല്ലല്ലോ എന്നൊക്കെ നിബിധങ്ങൾ പറഞ്ഞ മഹാനാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ വാക്കിലൊക്കെ അതിന്റെ ഒരു ഖനം നമുക്ക് കാണാൻ കഴിയും. ലൗലാ സലാസുൻ ലഅഹ്ബബ്തു അൻ നകൂന മിനൽ മയ്യിതീൻ. മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മരണമായിരുന്നു ഇഷ്ടം. ഒന്ന്, ലൗലാ അൻ നളഅ ജബീനി ലില്ലാഹി സാജിദാ. സുജൂദിൽ കിടന്ന് എന്റെ നെറ്റിത്തടം അല്ലാഹുവിന് വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മരിക്കലല്ലേ നല്ലത്. പിന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് കിട്ടണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇൽമ പറയപ്പെടുന്ന മജ്ലിസിൽ ഔ ഉജാലിസ അഖ്വാമൻ, കുറെ ആൾക്കാരുടെ കൂടെ പോയി ഇരിക്കാൻ, അതിനാണ് ഞാൻ ജീവിക്കുന്നത്. ഔ അകൂന ഫീ സബീലില്ലാഹ്, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ധർമ്മസമരത്തിന് ഇറങ്ങിപ്പോകണം, ധർമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്യണം. ഇതില്ലെങ്കിൽ, ഇൽമിന്റെ മജ്ലിസില്ലെങ്കിൽ, അള്ളാഹു സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? മഹാനായ ഫാറൂഖ് റളിയല്ലാഹു